നമസ്കാരം, ഋഷിപ്രോക്തം ചാനലിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം. ഭൃഗ് സംഹിതയും ജാതകാഭരണവും ജ്യോതിഷത്തിലെ അതിപ്രഗത്ഭമായിട്ടുള്ള രണ്ട് ഗ്രന്ഥങ്ങളാണ്. ആ ഗ്രന്ഥങ്ങളെ അടിസ്ഥാനപ്പെടുത്തി ഓരോ രാശിക്കൂറുകാരുടെയും അവസ്ഥകൾ, ഓരോ വയസ്സിലും ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ, ആരോഗ്യം, ജീവിതത്തിലെ പ്രധാന സംഭവങ്ങൾ, തുടർന്ന് മരണം വരെയുള്ള എല്ലാ കാര്യങ്ങളും പ്രതിപാദിക്കുന്നതാണ്. ഇതുവരെ ആരും പറഞ്ഞിട്ടില്ലാത്ത ഒരു വിഷയത്തിലേക്കാണ് ഞാൻ കടക്കുന്നത്. ചിങ്ങക്കൂറുകാരുടെ ഫലത്തെ പറഞ്ഞു കഴിഞ്ഞു. ഇപ്പോൾ അതിന്റെ തുടർച്ചയായിട്ട് നമുക്ക് കന്നിക്കൂറുകാരുടെ ഫലത്തിലേക്ക് കടക്കാം. പ്രാചീന ജ്യോതിഷ ഗ്രന്ഥങ്ങളായിട്ടുള്ള ഭൃഗ് സംഹിതയും ജാതകാഭരണവും കന്നിക്കൂറുകാരെ കുറിച്ച് എന്തൊക്കെയാണ് പറയുന്നത്? അതിൽ ഉൾപ്പെടുന്ന ചന്ദ്രനിര്യാണം എന്ന വിഭാഗമാണ് പറയുന്നത്. അത്യന്തം ഗൗരവമുള്ള ഒരു രഹസ്യ വിശകലനമാണ് ഈ വീഡിയോയിലൂടെ ഞാൻ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്. കന്നിക്കൂറ് അഥവാ ജനന സമയത്ത് കന്നി രാശിയിൽ ചന്ദ്രൻ നിൽക്കുമ്പോൾ ഒരാളുടെ ജീവിതത്തിൽ സംഭവിക്കാവുന്ന പ്രധാന വിപത്തുകൾ, പ്രായാനുസൃതമായിട്ടുള്ള പരീക്ഷണങ്ങൾ, ആയുസ്, മരണസമയത്തിന്റെ സൂചനകൾ എന്നിവയെക്കുറിച്ചാണ് ഈ ശ്ലോകങ്ങൾ സംസാരിക്കുന്നത്. നമുക്ക് ശ്ലോകവും അതിന്റെ അർത്ഥങ്ങളും ഒക്കെ വിശദമായിട്ട് തന്നെ പഠിക്കാം. ഇതുവരെ ആരും ഈ വിഷയം കൈകാര്യം ചെയ്തിട്ടുണ്ടാകില്ല. വീഡിയോ കാണുന്നതിന് മുമ്പായിട്ട് ഒരു കാര്യം നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടതായിട്ടുണ്ട്. ജ്യോതിഷം എന്നത് ഭയപ്പെടുത്താൻ ഉള്ളതല്ല. ജീവിതത്തെ കൂടുതൽ ജാഗ്രതയോടും ആത്മബലത്തോടും കൂടി നയിക്കുവാൻ വേണ്ടിയുള്ളതാണ്. ശുഭഗ്രഹങ്ങളുടെ അനുഗ്രഹം, ദൈവവിശ്വാസം, സത്കർമ്മങ്ങൾ, പ്രാർത്ഥന, ആത്മവിശ്വാസം ഇവയൊക്കെ ജീവിതത്തിലെ പല ദോഷങ്ങളെയും ലഘൂകരിക്കുന്നതിനും ഇല്ലാതാക്കുന്നതിനും സഹായിക്കുമെന്ന് നമ്മുടെ മഹർഷിമാർ തന്നെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നമ്മുടെ ഭൃഗു മഹർഷിയും ഡുണ്ടുരാജനും നൽകിയ ഈ അതിഗൂഢമായിട്ടുള്ള പ്രവചനങ്ങളുടെ പദാനുപദ വിവർത്തനവും ആഴത്തിലുള്ള വ്യാഖ്യാന അർത്ഥങ്ങളും മനസ്സിലാക്കാം. ആദ്യം നമുക്ക് കന്നിക്കൂറിൽ ചന്ദ്രൻ നിൽക്കുമ്പോഴുള്ള കന്നി രാശിയുടെ ചന്ദ്രനിര്യാണ ഫലത്തെ പരിശോധിക്കാം. ആദ്യം നമുക്ക് ഭൃഗ് സംഹിതയിലെ ശ്ലോകങ്ങളെ പരിചയപ്പെടാം. അഗ്നിപീഡേ തൃതീയബ്ദേ പഞ്ചമസ്തേ ദൃഗ്വൃത എന്ന് തുടങ്ങി ഇന്ദു കന്യക എന്ന് പറയുന്ന ശ്ലോകം വരെയാണ്. നമുക്ക് അതിന്റെ പദാനുപദ അർത്ഥം പറഞ്ഞു മനസ്സിലാക്കാം. ശ്ലോകങ്ങൾ മുഴുവൻ പറഞ്ഞു കേൾപ്പിച്ച് നിങ്ങളെ ഞാൻ ബോറടിപ്പിക്കുന്നില്ല. തുടർന്നുള്ള രാശിക്കാരുടെയും ഇതേ രീതിയിലാണ് അവതരിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നത്. ആ വീഡിയോകളും കാണുക. 3 വയസ്സ് മുതൽ 13 വയസ്സ് വരെ സംഭവിക്കാവുന്ന പരീക്ഷണങ്ങളെയാണ് ശ്ലോകത്തിൽ ആദ്യം പറയുന്നത്. അഗ്നിപീഡ എന്നുള്ളത് തീ മൂലം ഉപദ്രവങ്ങൾ ഉണ്ടാകുക, പൊള്ളൽ, ചൂട് മൂലമുണ്ടാകുന്ന അപകടങ്ങൾ എന്നിവയൊക്കെയാണ് അതിലൂടെ സൂചിപ്പിക്കുന്നത്. തൃതീയ അബ്ദേ, 3-ാം വയസ്സിലാണ് ഇത് സംഭവിക്കുക. അതായത് 3-ാം വയസ്സിൽ കന്നിക്കൂറിൽ വരുന്ന കുട്ടികൾക്ക് തീ, ചൂട്, വൈദ്യുതി എന്നീ കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് ശ്രദ്ധ വേണമെന്നാണ് ഇതിന്റെ അർത്ഥം. നിങ്ങളുടെ കുട്ടികൾ കന്നിക്കൂറിൽ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ച് അവരുടെ ജീവിതത്തെ, അവരുടെ ആരോഗ്യത്തെ മെച്ചപ്പെടുത്താവുന്നതാണ്. അതാണ് ഞാൻ ഈ വീഡിയോയിലൂടെ ഉദ്ദേശിക്കുന്നത്. ഇത് നിരവധിയായിട്ടുള്ള പഠനങ്ങൾക്ക് വിധേയമാക്കിയതിനു ശേഷം ഇത് കൃത്യമായിട്ട് ഓരോരുത്തരുടെയും ജീവിതത്തിൽ ഫലപ്രദമാകുന്നുണ്ട് എന്ന് മനസ്സിലാക്കിയതിനു ശേഷമാണ് ഈ വീഡിയോ ഞാൻ അവതരിപ്പിക്കുന്നത്. ഇനി പഞ്ചമഗ്ദേ ദൃഗ്വൃത എന്നതിന്റെ അർത്ഥം നമുക്ക് നോക്കാം. ദൃഗ് എന്നാൽ കണ്ണ് എന്നാണ് അർത്ഥം. വൃഥ എന്നാൽ വേദന അല്ലെങ്കിൽ രോഗം എന്നാണ് അർത്ഥം. പഞ്ചമസ്തേ അഥവാ 5-ാം വയസ്സിൽ കുട്ടിക്ക് നേത്ര സംബന്ധമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാകാം. കണ്ണുവേദന, കാഴ്ച സംബന്ധമായിട്ടുള്ള അസ്വസ്ഥതകൾ ഇവയൊക്കെ ഉണ്ടാകാനുള്ള സാധ്യതയാണ് സൂചിപ്പിക്കുന്നത്. രക്ഷകർത്താക്കൾ ഇതൊക്കെ ശ്രദ്ധിക്കുക. നവമേ ഭൂതബാധാച, അതായത് 9-ാം വയസ്സിൽ ഭൂതബാധ ഉണ്ടാകുമെന്നാണ് പറയുന്നത്. അദൃശ്യ ശക്തികളുടെ ശല്യം, ഭയങ്ങൾ, മാനസിക അസ്വസ്ഥത, ദുർസ്വപ്നങ്ങൾ, മനോവിഷമങ്ങൾ എന്നിവയ്ക്കൊക്കെ സാഹചര്യം ഉണ്ടാകും. ഇത് ചില ജ്യോതിഷന്മാർ ആത്മവിശ്വാസക്കുറവും പേടി, മാനസിക സമ്മർദ്ദം എന്നീ രീതിയിലൊക്കെ വ്യാഖ്യാനിക്കുന്നുണ്ട്. അങ്ങനെയും ഉണ്ടാകാം കുട്ടികൾക്ക്. അതിന് മാതാപിതാക്കൾ കരുതൽ എടുക്കുക. തഥാ ചൈവ ത്രയോദശ, അതുപോലെ തന്നെ 13-ാം വയസ്സിലും സമാനമായിട്ടുള്ള മാനസിക അസ്ഥിരതകൾ അല്ലെങ്കിൽ ദുഷ്പ്രഭാവങ്ങളൊക്കെ ഉണ്ടാകുമെന്ന് മുന്നറിയിപ്പ് നൽകുകയാണ്. കൗമാരത്തിലേക്ക് കടക്കുന്ന പ്രായമാണ്. അതുകൊണ്ട് തന്നെ ഈ സമയത്ത് മനസ്സിന് കൂടുതൽ കരുത്തും ആത്മവിശ്വാസവും ആവശ്യമായിട്ടുള്ള ഒരു കാലഘട്ടമാണ്. രക്ഷകർത്താക്കൾ അത് ശ്രദ്ധിക്കുക. അടുത്തു വരുന്ന ഭാഗത്ത് 15 വയസ്സിന് മുകളിലേക്ക് 30 വയസ്സ് വരെയുള്ള കാര്യങ്ങളാണ് പറയുന്നത്. ഗതേ പഞ്ചദശേ വർഷേ സർപ്പഭീതി പ്രജായതേ എന്നാണ്. 15-ാം വയസ്സിൽ സർപ്പഭീതി ഉണ്ടാകുക,
പാമ്പിനെ കുറിച്ചുള്ള ഭയം, സർപ്പദംശന സാധ്യത, അല്ലാത്ത പക്ഷം രഹസ്യ ശത്രുക്കളുടെ ഉപദ്രവം, ജീവിതത്തിൽ പെട്ടെന്നുണ്ടാകുന്ന വെല്ലുവിളികളെയും ഇതിലൂടെ നമുക്ക് വ്യാഖ്യാനിക്കാവുന്നതാണ്. ഏകവിംശതിമേ വർഷേ വൃക്ഷാത് പതനം ധ്രുവം എന്ന് അടുത്ത ശ്ലോകം പറയുന്നുണ്ട്. അതായത് 21 വയസ്സിൽ മരത്തിൽ നിന്നോ ഉയരത്തിൽ നിന്നോ വീഴ്ചയ്ക്കുള്ള സാധ്യത. ഇവിടെ ധ്രുവം എന്ന വാക്ക് കൂടുതൽ ശ്രദ്ധ ചെലുത്തേണ്ടതാണ്. ജാഗ്രത പുലർത്തേണ്ട ഒരു വർഷമായിട്ട് കന്നിക്കൂറുകാർക്ക് ഈ 21 വയസ്സിനെ കാണണം. അടുത്ത ശ്ലോകം മാർഗാരണ്യേ തദാരണ്യേ ത്രിംശേ അബ്ദേ ശാസ്ത്രഘാതകം. അതായത് 30 വയസ്സിൽ വഴിയിലോ കാട്ടിലോ അല്ലെങ്കിൽ യാത്രാമധ്യയോ ഒക്കെ അപകടം ഉണ്ടാകാനുള്ള സാധ്യതയാണ് പറയുന്നത്. ആയുധം കൊണ്ടുള്ള മുറിവ്, ആക്രമണം എന്നിവയ്ക്കൊക്കെ സാഹചര്യങ്ങൾ ഈ കാലത്ത് പറയുന്നു. ഇന്നത്തെ കാലഘട്ടത്തിൽ ഇതിനെ വാഹനാപകടം, യന്ത്രാപകടം, അക്രമ സംഭവം എന്നിങ്ങനെയൊക്കെ നമുക്ക് വ്യാഖ്യാനിക്കാം. ഇനി ഇതിൽ പറയുന്ന ആയുസ്സും അന്തിമ സൂചനയും തുടങ്ങിയ കാര്യങ്ങളെ ഒന്ന് പറയാം. ആശി വർഷേ ഭവേദായു ചന്ദ്രേ സൗമ്യഗ്രഹേ ക്ഷിതേ. ചന്ദ്രനെ ശുഭഗ്രഹങ്ങൾ ദർശിക്കുന്നുണ്ട് എങ്കിൽ ആ കന്നി രാശിക്കാരനായ ജാതകന് 80 വയസ്സ് വരെ ആയുസ് ഉണ്ടാകും. ഇവിടെ സൗമ്യഗ്രഹേ ക്ഷിതേ എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ടതാണ്. ശുഭഗ്രഹങ്ങളുടെ അനുഗ്രഹങ്ങൾ ഉണ്ടെങ്കിൽ അഥവാ ദൃഷ്ടി ഉണ്ടെങ്കിൽ ജീവിതത്തിൽ എന്ത് പ്രശ്നങ്ങളും ലഘൂകരിക്കപ്പെടും എന്നുള്ളതിന്റെ സൂചനയായിട്ട് ഇതിനെ കണക്കാക്കാം. മാസി ചൈത്രേ അസിതേ പക്ഷേ ത്രയോദശ്യാം രവിർദിനെ. അതായത് ചൈത്രമാസത്തിലെ കൃഷ്ണപക്ഷത്തിലെ ത്രയോദശി ദിനത്തിൽ ഞായറാഴ്ചയും ചേർന്ന സമയത്ത് ആയുസ് പൂർണ്ണമാകാം എന്നാണ് ഗ്രന്ഥം പറയുന്നത്. ഞാൻ ഇതൊക്കെ പലരുടെയും ജാതകത്തിൽ ഘടിപ്പിച്ചു നോക്കിയിട്ടുണ്ട്. വളരെ കൃത്യമായിട്ട് എനിക്ക് നിരീക്ഷിച്ചതൊക്കെ അങ്ങനെ തന്നെ വരുന്നതായിട്ട് മനസ്സിലാക്കിയിട്ടുണ്ട്. ഇതൊരു വലിയ അർത്ഥതലങ്ങളുള്ള ഗ്രന്ഥം തന്നെയാണ്. യതിസുതേ ഇന്ദു കന്യകാഹ. ജനന സമയത്ത് ചന്ദ്രൻ കന്നി രാശിയിൽ നിൽക്കുമ്പോഴാണ് ഈ സംഭവങ്ങൾ അല്ലെങ്കിൽ ഈ കാര്യങ്ങൾ ജീവിതത്തിൽ നടക്കുക എന്നാണ് ഗ്രന്ഥം സൂചിപ്പിക്കുന്നത്. ഇനി ജാതകാഭരണത്തിലെ സൂചനകളിലേക്ക് നമുക്ക് കടക്കാം. ഇവിടെയും ജാതകാഭരണത്തിലും ഏകദേശം ഒരേ സമാനമായിട്ടുള്ള ഫലങ്ങൾ തന്നെയാണ് പറയുന്നത്. ചില വാക്കുകളിൽ മാത്രം ചെറിയ വ്യത്യാസങ്ങളുണ്ട് എന്ന് മാത്രം. നമുക്കതും വിശദമായിട്ട് തന്നെ പഠിക്കാം. വഹ്നിപീഡേ തൃതീയബ്ദേ. ഇവിടെ അഗ്നിക്ക് പകരം വഹ്നി എന്നാണ് പ്രയോഗിച്ചിരിക്കുന്നത്. അർത്ഥം ഒന്ന് തന്നെയാണ്. തീ മൂലമുള്ള ഉപദ്രവം 3-ാം വയസ്സിൽ. പഞ്ചമേ ലോചനവൃഥ. ദൃഗ്വൃഥ എന്നതിന് പകരം മറ്റൊരു വാക്കാണ് ഉപയോഗിച്ചിരിക്കുന്നത് എന്ന് മാത്രം. ലോചനം എന്നാൽ കണ്ണ് എന്നാണ് അർത്ഥം. അതുകൊണ്ട് തന്നെ 5-ാം വയസ്സിൽ നേത്രരോഗത്തിന് സാധ്യതയാണ് പറയുന്നത്. നവമേ ഭൂതബാധാച ത്രയോദശമിതേ ബീജ എന്നാണ് അടുത്ത ശ്ലോകം. അതായത് 9-ാം വയസ്സിലും 13-ാം വയസ്സിലും മാനസിക അസ്വസ്ഥതകൾ ഉണ്ടാകുക, ഭയങ്ങൾ, ദുഷ്പ്രഭാവങ്ങൾ എന്നിവയ്ക്ക് സാധ്യതയുണ്ടെന്നും ഈ ഗ്രന്ഥവും ആവർത്തിക്കുന്നു. പഞ്ചദശേ വർഷോ സർപ്പതോ ഭയം. 15-ാം വയസ്സിൽ പാമ്പിൽ നിന്നുള്ള അപകടം, ഭീതി എന്നിവയാണ് ഈ ഗ്രന്ഥവും സൂചിപ്പിക്കുന്നത്. ഏകവിംശതിമേ വർഷേ പതനം വൃക്ഷഭിത്തിതഃ. ഇവിടെ ഒരു പ്രത്യേകതയുണ്ട്. മരത്തിൽ നിന്നോ മാത്രമല്ല മതിലിൽ നിന്നോ ചുമരിൽ നിന്നോ വീഴ്ച സംഭവിക്കാമെന്ന് പറയുന്നു. എന്തായാലും വീഴ്ച എന്നുള്ളതാണ് രണ്ട് ഗ്രന്ഥങ്ങളും നമുക്ക് അപഗ്രഥിക്കുമ്പോൾ ഒരു പൊതുവായ കാര്യമായി പറയാനുള്ളത്. അരണ്യേ ശസ്ത്രഘാതസ്യാത് വർഷേ ത്രിംശന്മിതേ ധ്രുവം. 30-ാം വയസ്സിൽ അപകടപരമായിട്ടുള്ള പരിക്ക്, ആക്രമണം, ആയുധമുറിവ് എന്നിവയ്ക്കുള്ള സാധ്യതയാണ് ഇവിടെ പറയുന്നത്. അശീതബ്ദ്യം ഭവേദായു എന്ന് ഇവിടെയും പറയുന്നുണ്ട്. അതായത് ശുഭഗ്രഹങ്ങളുടെ ദൃഷ്ടിയുണ്ടെങ്കിൽ 80 വയസ്സ് വരെ ജീവിക്കും. ചൈത്ര കൃഷ്ണ ത്രയോദശ്യാം നിധനം രവിവാസരെ എന്നാണ് അടുത്ത ശ്ലോകം. ചൈത്രമാസത്തിലെ കൃഷ്ണപക്ഷ ത്രയോദശി ഞായറാഴ്ച ദിവസമാണ് അന്ത്യ ദിവസം അഥവാ മരണ ദിവസം എന്ന് പറയുന്നു. ശീതദ്യുതോ സ്ഥിതേ സൂതൗ കന്യായാം. ശീതദ്യുതി എന്നത് ചന്ദ്രനെ സൂചിപ്പിക്കുന്ന മനോഹരമായിട്ടുള്ള ഒരു പദമാണ്. തണുത്ത കിരണങ്ങൾ വിതറുന്നവൻ, അതാണ് ചന്ദ്രൻ. ജനന സമയത്ത് ചന്ദ്രൻ കന്നിരാശിയിൽ നിൽക്കുന്നവർക്കാണ് മേൽപ്പറഞ്ഞ ഫലങ്ങളൊക്കെ ഉണ്ടാകുക എന്ന് ജാതകാഭരണവും പറയുന്നു. രണ്ട് ഗ്രന്ഥങ്ങളിലും ഏതാണ്ട് സമാനമായിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ് പറയുന്നത്. കന്നിരാശിയിൽ ചന്ദ്രൻ നിൽക്കുമ്പോൾ ജനിച്ച വ്യക്തിയുടെ ജീവിതത്തിൽ ചന്ദ്രന്റെ സ്ഥിതി മൂലം സംഭവിക്കാവുന്ന
വിപത്തുകളും അന്തിമ ഫലവും ആയുസ്സും രോഗങ്ങളും ഒക്കെയാണ് ഈ ഗ്രന്ഥങ്ങളിൽ പ്രതിപാദിച്ചിട്ടുള്ളത്. പ്രിയപ്പെട്ടവരെ, ഇത്തരത്തിലുള്ള ശ്ലോകങ്ങൾ ഒരിക്കലും ഭയപ്പെടുത്താൻ വേണ്ടിയുള്ളതല്ല. പ്രാചീന മഹർഷിമാർ മനുഷ്യരെ കൂടുതൽ ജാഗരൂകരാക്കുവാനും ധാർമ്മിക ജീവിതത്തിലേക്ക് നയിക്കുവാനും വേണ്ടി തയ്യാറാക്കിയിട്ടുള്ളതാണ്. ഇതൊക്കെ നിങ്ങളുടെ ജീവിതത്തിൽ വന്നിട്ടുണ്ടോ എന്ന് ഒന്ന് ചിന്തിച്ചു നോക്കുക. ഉണ്ടെങ്കിൽ അത് കമന്റായിട്ട് അറിയിക്കുക. ശുഭകർമ്മങ്ങൾ, ദൈവഭക്തി, മന്ത്രജപം, ദാനം, പ്രാർത്ഥന, സത്സംഗം ഇവയെല്ലാം പല ദോഷങ്ങളെയും കുറയ്ക്കുമെന്നും ഇല്ലാതാക്കുമെന്നും ഒക്കെ ജ്യോതിഷം വ്യക്തമായി പറയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ജ്യോതിഷത്തെ ഭയപ്പാടോടുകൂടി കാണാതെ ജീവിതത്തെ കൂടുതൽ നല്ല രീതിയിൽ നയിക്കുവാനായിട്ട് ഈ ശ്ലോകങ്ങളും ഗ്രന്ഥത്തിലെ പരാമർശങ്ങളും ഉപകരിക്കുമാറാകട്ടെ. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായം കമന്റായിട്ട് അറിയിക്കുക. നോട്ടിഫിക്കേഷൻ ബെൽ ബട്ടൺ ഒന്ന് ഓൾ എന്ന് എനേബിൾ ചെയ്ത് കൊടുക്കുക. തുടർന്നുള്ള എൻ്റെ വീഡിയോകൾ അതുവഴി നിങ്ങൾക്ക് കാണുവാൻ സാധിക്കും. അടുത്ത ദിവസങ്ങളിൽ മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. നന്ദി, നമസ്കാരം, ശുഭദിനം.